നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് വമ്പൻ തിരിച്ചടി നൽകി UAE. പ്രവാസികളെ സംബന്ധിച്ച് വീണ്ടും ദുഃഖകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ UAE എടുത്തിരിക്കുന്നത്. ഇന്ത്യക്കാർക്കുള്ള നേരിട്ടുള്ള പ്രവേശന വിലക്ക് UAE നീട്ടിയിരിക്കുന്നു. ജൂൺ 30 വരെ ഇന്ത്യയിൽ നിന്ന് വിമാനമുണ്ടാകില്ല എന്ന് എമിറേറ്റ്സ് എയർലൈൻസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഇന്ത്യ സന്ദർശിച്ചവർക്കും UAEയിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്നതും ശ്രദ്ധേയമായ തീരുമാനമാണ്. ആദ്യമൊക്കെ ജൂൺ 14 വിലക്ക് മാറിയേക്കുമെന്ന് ശുഭസൂചനകൾ ലഭിച്ചിരുന്നു. ആ പ്രതീക്ഷയിലായിരുന്നു പ്രവാസികൾ. എന്നാൽ ആ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ് ഇപ്പോൾ. ഇന്ത്യയിൽ കോവിഡ് കേസുകൾ നിയന്ത്രണ വിധേയമല്ലാത്ത നിലയിലാണ് ഇപ്പോൾ തുടരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് പ്രവേശന വിലക്ക് തുടരുന്നതെന്ന് എമിറേറ്റ്സ് അറിയിച്ചു. അതേസമയം UAE കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ പിടികൂടാൻ പരിശോധന ഊർജിതമായി നടക്കുന്നു. 49 റെസ്റ്റോറന്റുകൾക്കും കഫ്റ്റീരിയകൾക്കും കൂടി കഴിഞ്ഞ ദിവസം ദുബായ് സാമ്പത്തിക വകുപ്പ് പിഴ ചുമത്തുകയും ചെയ്തു. നിയന്ത്രണങ്ങൾ തെറ്റിച്ച് അർദ്ധരാത്രി 1 മണിക്ക് ശേഷവും ഭക്ഷണം കഴിക്കാൻ അനുവദിച്ചതാണ് പിഴ ചുമത്തിയത്. കരാമ, ജുമൈറ, സത്വ, മുറാക്കാബാദ്, അൽറിഗ എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങൾക്കെതിരാണ് നടപടി സ്വീകരിച്ചത്. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണവും ഊർജിതമായി മുന്നേറുന്നു. എല്ലാ വർഷവും പ്രതിരോധ വാക്സിൻ സ്വീകരിക്കേണ്ടി വരുമെന്ന് അബുദാബി പൊതു ആരോഗ്യ കേന്ദ്രം പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നു. ഒരിക്കൽ മാത്രം പ്രതിരോധ വാക്സിൻ എടുത്താൽ മതിയാവില്ലെന്നാണ് UAE ആരോഗ്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ ഫരീദ അൽ ഹൊസാനി വ്യക്തമാക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. UAE നിസോഫാം വാക്സിൻ 2 ഡോസ് എടുത്തവർക്കുള്ള ബൂസ്റ്റർ ഡോസ് വിതരണം തയ്യാറെടുപ്പ് തുടങ്ങി. 2ാം ഡോസ് എടുത്ത് 6 മാസം പിന്നിട്ടവർക്കാണ് 3ാം ഡോസ് നൽകുന്നത്. എന്നാൽ ബൂസ്റ്റർ ഡോസ് എടുക്കണമെന്ന് നിർബന്ധമില്ല. നിലവിൽ പ്രായമായവർക്കും വിട്ടുമാറാത്ത അസുഖങ്ങൾക്കുമുള്ളവർക്കാണ് മുൻഗണന നൽകുന്നത്. കോവിഡ് വകഭേദങ്ങളെ പ്രതിരോധിക്കാൻ ബൂസ്റ്റർ ഡോസിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. അതിനിടെ UAEയിലെത്തുന്ന ചൈനീസ് സഞ്ചാരികൾക്ക് വാക്സിൻ നൽകി തുടങ്ങിയിരിക്കുന്നു. വെള്ളിയാഴ്ച കോവിഡ് ബാധ 2 മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.